ഏവർക്കും ഒരിക്കൽ കൂടി ആചാര്യഗ്രന്ഥ ജ്യോതിശാലയം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാൻ സാധിക്കും, കർക്കിടക മാസത്തിലെ വാവുബലിയെ കുറിച്ച് ഏവർക്കും അറിയാം. എല്ലാ പിതൃക്കൾക്കും അവരുടെ ആത്മാവിൻ്റെ സദ്ഗതിക്കായിക്കൊണ്ട് സായുജ്യത്തിനായിക്കൊണ്ട് ചെയ്യുന്ന കർമ്മമാണ് പിതൃതർപ്പണം അഥവാ വാവുബലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തവണ കർക്കിടക മാസത്തിലെ വാവുബലി 3-ാം തീയതിയും 4-ാം തീയതിയും ആഗസ്റ്റ് മാസത്തിലെ 2024 ആഗസ്റ്റ് മാസം 3-ാം തീയതിയും 4-ാം തീയതിയുമാണ് എന്നുള്ള രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. പല മഹാക്ഷേത്രങ്ങളിലും 4-ാം തീയതി നടത്താനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നതായിട്ടും അറിയാനായിട്ട് സാധിച്ചു. വാസ്തവത്തിൽ ഇത്തവണ 2024 ആഗസ്റ്റ് 3-ാം തീയതിയാണ് കർക്കിടക മാസത്തിലെ വാവുബലി വരുന്നത്. കാരണം അസ്തമനാൽ പൂർവം 6 നാഴിക, അതായത് വാവുള്ള ദിവസം അസ്തമനത്തിൻ്റെ മുൻപ് 6 നാഴികയ്ക്ക് മേലെ വരെ അമാവാസി, അതായത് കറുത്ത വാവ് ഉള്ള ദിവസമാണ് വാവുബലിക്കായിട്ട് സ്വീകരിക്കേണ്ടത്. അപ്പോൾ 2-ാം തീയതി ആണ് നമ്മൾ ഒരിക്കൽ എടുക്കേണ്ടത്. 3-ാം തീയതിയാണ് നമുക്ക് കർക്കിടക മാസ അമാവാസി വാവുബലി വരുന്നത്. 4-ാം തീയതി ഈ പറഞ്ഞ പ്രകാരം അസ്തമനാൽ പൂർവം 6 നാഴികയ്ക്ക് മേലെ അമാവാസി കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് 3-ാം തീയതിയാണ് ജ്യോതിഷ ശാസ്ത്രപ്രകാരം വാവുബലി ആചരിക്കേണ്ടത് എന്ന് പറയാനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഒരു മാസത്തിൽ തന്നെ 2 അമാവാസി വരികയാണെങ്കിൽ പോലും ആദ്യത്തെ അമാവാസിയാണ് സ്വീകരിക്കേണ്ടത് എന്നും ജ്യോതിഷപക്ഷമുണ്ട്. അപ്പോൾ ഇത് ഏവരും മനസ്സിലാക്കുക. ഇത്തവണ 2024 ആഗസ്റ്റ് 3-ാം തീയതിയാണ് കർക്കിടക മാസ വാവുബലി എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. മാക്സിമം ഏവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ പിതൃക്കൾക്കായിട്ട് നമ്മൾ ചെയ്യുന്ന ഈ മഹത്തരമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മം അത് നമ്മളുടെ ഉദ്ദേശശുദ്ധിയോടുകൂടി സദ്ഫലത്തിലേക്ക് ആയി ഭവിക്കണമെങ്കിൽ നമ്മൾ 3-ാം തീയതിയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇത് ഹൈന്ദവാചാര അനുഷ്ഠാനങ്ങളെ സ്നേഹിക്കുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ആചാര്യഗ്രന്ഥ ജ്യോതിശാലയം, സതീഷ് പണിക്കർ, പൂവത്തൂർ. നന്ദി.